കോളടിച്ചല്ല, എല്ലാവർക്കും കല്യാണത്തിനുള്ള ഉടുപ്പുകളാണ്. മാധവട്ടൻ എടുത്തു തന്നിട്ട് ഇവിടെ കൊണ്ടുവന്ന് കാണിക്കാൻ പറഞ്ഞു. ഇഷ്ടമുള്ളത് നോക്കി എടുത്തിട്ട് ബാക്കി തിരിച്ചു കൊടുത്താൽ മതി. എന്താ, ആർക്കൊന്നും വേണ്ടേ? ഒന്ന് വേഗം നോക്കിയെടുക്കുന്നേ. എനിക്ക് കട അടക്കുന്നതിന് മുമ്പ് തിരിച്ചുകൊണ്ടേ കൊടുക്കാനുള്ളതാ. മാധവേട്ടനൊക്കെ മറന്നോ? ഞങ്ങളോട് പറഞ്ഞത്, ഉറപ്പ് തന്നതൊക്കെ? അന്ന് തിരുവനന്തപുരത്ത് പോയിന്നും IAS കാരനെ കണ്ട് ഉറപ്പിച്ചു നോക്കെ കള്ളം പറഞ്ഞത് ഈ കള്ളുകൂടിയും വയസ്സും പ്രൊഫസർ സീതച്ചിയുടെ തലയിൽ കെട്ടിവെക്കാൻ വേണ്ടിട്ടാ. സമ്മതിക്കില്ല ഞങ്ങള്. സീതച്ചേച്ചി വെറും പാവായതുകൊണ്ട് എന്തും അനുസരിപ്പിക്കാന്ന് കരുതണ്ട. ഈ കല്യാണം നടക്കില്ല, ഞങ്ങൾ നടത്തിക്കില്ല. നടത്തൂടി, ഞാൻ നടത്തൂടി. സീതയുടെ മാത്രമല്ല, വേണ്ടി വന്നാ നിന്റെ ഇവളുടെ അവളുടെ ഒക്കെ കല്യാണം ഞാൻ എന്റെ ഇഷ്ടത്തിന് നടത്തും. തടയാൻ പറ്റുമോ നിനക്കൊക്കെ? ഞങ്ങള് സമ്മതിക്കില്ല പോലും. ആരൊക്കെയാണ് ഞങ്ങള്? ആരൊക്കെയാണ് നിങ്ങള്? ഈ വീട്ടിലുള്ളവരെ ഞങ്ങള് നിങ്ങളെന്നൊക്കെ തിരിച്ചു കാണാൻ തുടങ്ങിയത് എന്ന് മുതലാടി? എങ്കിൽ അങ്ങനെ തന്നെ വെച്ചോ. നിങ്ങൾ ഒരുത്തിയും വരണ്ട എന്റെ സീതയുടെ കല്യാണത്തിന്. വരണ്ട. അവിടെ എല്ലാവരും മാധവേട്ടനെ തിരക്കുന്നു. എന്നെ യാത്രയാക്കാൻ ഏട്ടൻ വരണ്ട. ഏട്ടൻ ഈ നിലയിൽ കണ്ടുകൊണ്ട് എനിക്ക് യാത്ര ചോദിച്ചു പോകാനും പറ്റില്ല. അതുകൊണ്ട് ഏട്ടൻ പുറപ്പെട്ടോളൂ. എന്റെ കുട്ടി, നീ ഏട്ടനോട് ക്ഷമിക്കണം. നിന്റെ കല്യാണം ഇങ്ങനെയൊന്നും ആയിരുന്നില്ല ഏട്ടന്റെ മനസ്സിൽ. അതിപ്പോ ഇങ്ങനെയൊക്കെ ആയിപ്പോയതില് നീ ഏട്ടനെ വെറുക്കരുത്, ശപിക്കുകയും ചെയ്യരുത്. എന്താ ഏട്ടൻ ഈ പറയണേ? എന്റെ ഏട്ടനെ ഞാൻ ശപിക്കേ, വെറുക്കേ? എനിക്കറിയാവുന്നത് പോലെ മറ്റാർക്കും അറിയില്ലല്ലോ എന്റെ ഏട്ടനെ. ഏട്ടൻ എത്രയും വേഗം വീട്ടിലേക്ക് ചെല്ല്. അവരൊക്കെ അവിടെ വിഷമിച്ചിരിക്കുകയാവും. ഞങ്ങളെ ആരും ഒന്ന് നുള്ളി വേദനിപ്പിക്കുക പോലും ചെയ്യാത്ത ഏട്ടൻ അമ്മൂനെ അടിച്ചു. പാവം, അതിലവൾക്ക് വഴക്കും പരിഭവവും ഉണ്ട്. ഈ വഴക്കൊക്കെ എനിക്ക് വേണ്ടിയാണെന്ന് അറിയുമ്പോഴാ എനിക്ക് സങ്കടം. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഏട്ടൻ പോണം. അവളെ ചെന്ന് സമാധാനിപ്പിക്കണം. എനിക്ക് വേണ്ടി മാപ്പും പറയണം. നിന്റെ മനസ്സ് നിറയെ നന്മയാണ് കുട്ടി. നിനക്ക് നല്ലതേ വരും, നല്ലത് മാത്രമേ വരും.